ചാവക്കാട് തെക്കൻ പാലയൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂചലനം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് അന്വേഷണം നടത്തി വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പ്രത്യേക യോഗം വിളിച്ചു ചേർക്കും. ഓൺലൈനായി താനും യോഗത്തിൽ പങ്കെടുക്കും. ആശങ്കയുടെ പ്രശ്നമില്ലെന്നും ജാഗ്രത ഉണ്ടായാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് അനുഭവപ്പെട്ട ഭൂചലനം റിക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഭീകരമായ ചലനമല്ല. ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയവും നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിലുള്ള ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്നും ചെറിയ ചെറിയ മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഇത് ഗുണകരമായിരിക്കുമെന്നുമാണ് ലഭിച്ച വിവരമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ 3-ൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5-ൽ മുകളിലുണ്ടെങ്കിൽ ആ വിധത്തിലൊരു ഭീതിയായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായതും റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്നൊരു ചലനമല്ല എന്നുള്ളത് കൊണ്ട് 3-ൽ താഴെയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ആ വിധത്തിലുള്ള ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാകില്ല. ആശങ്ക വേണ്ട, പക്ഷേ ജാഗ്രത ഉണ്ടാകണം. ഇത്തരം ചലനങ്ങൾ വരുമ്പോൾ സ്റ്റേബിളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ വീടിൻ്റെ തന്നെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുകയോ തുറസായ സ്ഥലത്ത് വന്ന് നിൽക്കുകയോ ആണ് ആളുകൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ നോക്കുകയായിരിക്കും നല്ലത്.